Good afternoon everyone. Here we discuss about how to pass an array into a function and how to pass a string or character array into a function. There is no difference between array to function and string to function. The only difference is the type of array will be character in case of string and there may be different type of data types for an array to function. Okay, then how an array is related to a function? Either passing an array into the function or returning an array from the function. Okay, passing an array as a pointer, we can pass the address and catch it by a pointer or indicating an array notation, that is the square bracket in function parameters, that is formal argument. Okay, ഒന്നുകിൽ ഫോർമൽ ആർഗ്യുമെൻറ്റ് പോയിൻ്ററായിട്ട് നിർത്തണം, കാരണം അഡ്രസ്സാണ്, ബേസ് അഡ്രസ്സാണ് വരിക, അല്ലെങ്കിൽ ഒരു അറേ നൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ടോപ്പിക്കാണ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ സിമ്പിളാക്കിയിട്ട് അതേപോലെ സ്ട്രിങ്ങും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. പാസിംഗ് an array to a function. First of all, hash include stdio.h, then function to print array elements. ഒരു array element പ്രിൻറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷനാണ്. സോ പ്രിൻറ്റ് array int arr of int size. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അറേയുടെ നെയിം ആണ് പാസ് ചെയ്യുക, സൈസ്. അപ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് സൈസ് എന്ന വേരിയബിൾ ഇൻറ്റിജറായിട്ടും പിന്നെ ഒരു അറേ നൊട്ടേഷൻ്റെ ARR എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻറ്റിജർ അറേ അവിടെ ക്യാച്ച് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. സോ അത് വന്ന് വീഴുമ്പോൾ ഒരു ഫോർ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. 0 ഇൻഡെക്സ് വെച്ചിട്ടാണ് അറേസ് സ്റ്റാർട്ട് ചെയ്യുക. സോ i is equal to 0, then i less than or equal to size i++. പിന്നെ ഫോറിൻ്റെ അകത്ത് ഇൻറ്റ് ഡിക്ലറേഷൻ നടക്കില്ല, പുറത്ത് ചെയ്യണം. അത് ജാവ നൊട്ടേഷനാണ്, ഇവിടെ തകരാറിലായിരുന്നതാണ്. പിന്നെ ഓരോരുത്തരുടെ അടുത്ത് അത് പ്രിൻറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലൈനിലേക്ക് വീഴണമെന്നുണ്ടെങ്കിൽ /n. മെയിനിൻ്റെ അകത്ത് നമ്മളൊരു അറേ റീഡ് ചെയ്തെടുക്കുന്നില്ല, ഇനീഷ്യലൈസ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അൺലിമിറ്റഡ് അറേയാണ്. അവിടേക്ക് നമ്മൾ 5 നമ്പേഴ്സ് അസൈൻ ചെയ്യുമ്പോൾ 5 ആയിരിക്കും സൈസ്. അപ്പോൾ സൈസ് ഓഫ് നമ്പേഴ്സ് എടുക്കുമ്പോൾ സൈസിലേക്ക് വരും. സൈസ് ഓഫ് നമ്പേഴ്സ് ഓഫ് 0, ഒരെണ്ണത്തിൻ്റെ സൈസ് എടുക്കുന്നു. ഓക്കെ, ഇനി എന്താണ് മൊത്തം അറേയുടെ സൈസ്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഒരാളുടെ സൈസ്, അതായിരിക്കും നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ അറേ. അപ്പോൾ അത് 5 കിട്ടും. ആ 5ഉം ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന അറേയും നമ്മൾ പാസ് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ നമ്പേഴ്സ് കോമ സൈസ് പാസ് ചെയ്യുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഫങ്ഷൻ പോയിട്ട് ഇവിടേക്ക് വരും. അപ്പോൾ സൈസ് 5 ആയിട്ടും അറേയിൽ 1 2 3 4 5, എന്നിട്ട് ഓരോ ടൈം 1 2 3 4 5 പ്രിൻറ്റ് ചെയ്യും. ലൈൻ ബൈ ലൈൻ ആവാൻ കാരണം ഈ printf /n ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അൺലിമിറ്റഡ് അറേയുടെ, അപ്പോൾ ഇത് ഇത്ര കൺഫ്യൂസ്ഡ് ആക്കാനൊന്നുമില്ല. നമ്മൾ ലിമിറ്റ് സ്വീകരിച്ചാൽ മതി. എൻ്റർ ദ ലിമിറ്റ്, ഇവിടെ എൻ്റർ ദ ലിമിറ്റ് L സ്വീകരിക്കുക, എന്നിട്ട് L നമ്പേഴ്സ് ഇതിലേക്ക് സ്കാൻ ചെയ്തെടുക്കുക. അപ്പോൾ സൈസ് എത്രയാണെന്നുള്ളത് നമ്മൾ ആദ്യമേ സ്വീകരിക്കുന്നതുകൊണ്ട് പിന്നെ ഈ ഒരു സംഭവം നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ആ ലിമിറ്റ് എത്രയാണോ അതാണ് നമ്മൾ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ കൺഫ്യൂഷൻ ആക്കാനൊന്നുമില്ല കേട്ടോ.
ഇനി the function print array receive an array and its size. Since array in C has passed by reference as pointer, any modification inside the function affect the original array. Arrayയുടെ ബേസ് അഡ്രസ് ആണ് നമ്പേഴ്സ് എന്ന് പറയുന്ന നെയിം പാസ് ചെയ്യുമ്പോൾ കിട്ടുക. സോ റെഫറൻസ് ആയിട്ടാണ് അറേ പാസ് ചെയ്യുന്നത്. അപ്പോൾ ഈ അറേനെ ഈ ഫങ്ഷൻ എന്ത് ചെയ്യുന്നു, അതായത് ഈ ഫങ്ഷൻ എന്ത് ചെയ്താലും അത് ഇവിടെ റിഫ്ലക്റ്റ് വരും, കാരണം പാസ് ബൈ reference. The main function declare an integer array and call print pass the array and its size. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി പാസിംഗ് ക്യാരക്ടർ അറേ. പാസിംഗ് ക്യാരക്ടർ അറേ എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇൻറ്റ് ARR എന്നുള്ളത് എന്താവും, കെയർ ARR എന്നുള്ളതായിട്ട് മാറും. പിന്നെ നൾ ടെർമിനലാണ് ക്യാരക്ടർ അറേസ് ഉണ്ടാകും. ഓക്കെ, അവരെ പാസ് ചെയ്യുന്നത് റെഫറൻസ് ആയിട്ടാണ്, അല്ലാതെ അറേ നൊട്ടേഷൻ ഇടണമെന്ന് നിർബന്ധമില്ല, നമുക്ക് ഇട്ടാലും കുഴപ്പമില്ല. പാസിങ് എ സ്ട്രിങ് ടു ഫങ്ഷൻ ടു പ്രിൻ്റ് എ സ്ട്രിങ്. അപ്പോൾ ഫങ്ഷൻ ടു പ്രിൻ്റ് ആൻഡ് ഇൻറ്റിജർ അറേ എലിമെൻറ്റ്സ് പ്രിൻ്റ് ചെയ്യാനായിരുന്നു, ഇവിടെ ക്യാരക്ടേഴ്സ് പ്രിൻ്റ് ചെയ്യാനാണെന്നുള്ളൂ. വോയിഡ് സ്ട്രിങ് str ഓഫ്. ഇവിടെ സൈസ് പാസ് ചെയ്യേണ്ട, ഇതാണ് സൈസ് പാസ് ചെയ്യേണ്ട. നൾ ടെർമിനേറ്റർ ആയതുകൊണ്ട് /0 ആകുന്നത് വരെ നമ്മൾ ആ അറേൻ്റെ. അപ്പോൾ സ്ട്രിങ് അറേയിൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മെൻഷൻ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ മെയിനിൻ്റെ അകത്ത് കെയർ മെസ്സേജ് ഓഫ് ഹലോ സി എക്സ്ക്ലമേറ്ററി, ഇതാണ് മെസ്സേജ്. ഓക്കെ, സ്പൈസും കോമ ഒക്കെ ഉണ്ട്. പാസ് സ്ട്രിങ് ടു ഫങ്ഷൻ പ്രിൻ്റ് സ്ട്രിങ് ഓഫ് മെസ്സേജ്. ഇപ്പോൾ ഫങ്ഷൻ കോൾ ചെയ്തു, ഫങ്ഷൻ ഇവിടെ എന്താണ് കാൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കാൾ ചെയ്തു റിട്ടേൺ 0. അപ്പോൾ ഫങ്ഷൻ കാൾ ചെയ്താൽ ഹലോ സി എന്നുള്ളത് എവിടേക്ക് പോകും, ഇവിടേക്ക് പോകും. എന്നിട്ട് ആ സ്ട്രിങ്ങിന് %s വെച്ച് ഒറ്റയടിക്ക്, അല്ലെങ്കിൽ ഫോർ ലൂപ്പ് ഇടുക. ക്യാരക്ടർ %c ആണെങ്കിൽ, ഓക്കെ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രിൻ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ സംഭവം അറേ നൊട്ടേഷൻ വെച്ചിട്ടാണ്. ഇവിടെ കണ്ടോ, അറേ നൊട്ടേഷനായിട്ടാണ് നേരത്തെ ഇൻറ്റിജർ അറേ എങ്ങനെയാണോ പാസ് ചെയ്തത് ഫങ്ഷനിലേക്ക്, ആ രീതിയിലാണ് സ്ട്രിങ് പാസ് ചെയ്യുന്നത്. ഒരേ ഒരു വ്യത്യാസമുള്ളൂ, സൈസ് നമ്മൾ പാസ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ %s വെച്ചിട്ട് ഒറ്റയടിക്ക് പ്രിൻ്റ് ചെയ്യും. പക്ഷേ അവിടെ മറ്റവരുടെ ഓരോ ഇൻറ്റിജേഴ്സിനെയും നമ്മൾ സെപ്പറേറ്റ് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഫോർ ലൂപ്പിൻ്റെ ആവശ്യം ഉണ്ട്. ഇനി ഈ ഒരു സംഭവത്തിന് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർ വെച്ചിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാം. കണ്ടോ, നേരത്തെ അവിടെ str ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു, ഇപ്പോൾ ഇവിടെ സ്റ്റാർ ആക്കി. ഇതും പോസിബിളാണ്. അപ്പോൾ അതിപ്പോൾ മറ്റതിനും പോസിബിളാണ്. നമ്മളുടെ ഇൻറ്റിജർ അറേക്കും പോസിബിളാണ്. ഒന്നെങ്കിൽ പോയിൻ്റർ അല്ലെങ്കിൽ അറേ നൊട്ടേഷൻ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. സോ സെയിം സാധനം തന്നെയാണ് സ്ട്രിങ്ങിനും, ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇൻറ്റ് ഫ്ലോട്ട് എന്നൊക്കെ ഉള്ളത് ഇവിടെ ക്യാരക്ടർ മാത്രമേ ആവാൻ പാടുള്ളൂ, സൈസ് പാസ് ചെയ്യും വേണ്ട. ദാറ്റ്സ് ഓൾ. സോ ദിസ് ഈസ് ദ ടോപ്പിക് ഓഫ് പാസിംഗ് array and string into function. Thank you.